ശ്രീ കെ ജെ ജേക്കബ്, എൻ്റെ ചോദ്യം അടിസ്ഥാനപരമായി കേരളത്തെ ഇതെങ്ങനെയാണ് ബാധിക്കുക? പ്രിയങ്ക ഗാന്ധി ഇവിടെ വരുമ്പോൾ രണ്ട് ചോദ്യങ്ങൾ പ്രധാനമായും ഉയർത്തുന്നുണ്ട്. ഒന്ന്, ഇത്രയും വലിയൊരു ദേശീയ നേതാവ് ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനാണോ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാരകശേഷിയുള്ള ഒരു നേതാവിനെ ഉപയോഗിക്കേണ്ടത്? പിന്നെ സ്വാഭാവികമായിട്ടും ചതി വഞ്ചന എന്ന ആക്ഷേപം ഉന്നയിക്കുന്നു. ശ്രീ കെ ജേക്കബ്, കേരള രാഷ്ട്രീയത്തിൽ ഇതെങ്ങനെയാണ് പ്രതിഫലിക്കാൻ പോകുന്നത്? എനിക്കത് തോന്നുന്നില്ല. കാരണം രാഹുൽ ഗാന്ധി 2019 വരുമ്പോൾ അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം ജയിച്ചു. അതിനുശേഷം 21 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വന്നു. അതുകൊണ്ട് കോൺഗ്രസിന്റെ തീർച്ചയായിട്ടും ഇവർ വരുമ്പോൾ, ശ്രീമതി പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സെലിബ്രേറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ ധാരാളമുണ്ട്. അവർക്ക് അതിനുള്ള കാരണങ്ങളുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിനൊരു ഒരു ഉണർവ് കിട്ടുമെന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് അതെങ്ങനെയാണ് നീണ്ടുപോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അതിന്റെ ഒരു ലോജിക്കേ മനസ്സിലാകുന്നില്ല. ഞാൻ ചില താരതമ്യങ്ങൾ ചൂണ്ടിക്കാണിക്കും. 2019 ശരിയാണ്, രാഹുൽ ഗാന്ധി വന്നില്ലേ? അപ്പോൾ പിന്നെ 2021 എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ തരംഗം ആവർത്തിക്കപ്പെട്ടില്ല എന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ, 2019 രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, വമ്പൻ തോൽവിയാണ്. 52 സീറ്റുകളിലേക്ക് കോൺഗ്രസ് മാറുകയാണ്. രണ്ടാമത്തെ തവണയും തുടർച്ചയായി പ്രതിപക്ഷ നേതൃപദവി പോലും ലഭിക്കാതെ. മാത്രമല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് രാഹുലിൻ്റെ പരാജയം എന്നുള്ള നിലയിൽ കോൺഗ്രസിലെ G22 ഉരുത്തിരിയുകയാണ്. രാഹുൽ തന്നെ ഏതാണ്ട് നേതൃത്വത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുന്ന ഒരു അവസ്ഥ. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറുന്നു. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ പോലും ഡിഫാക്ടോ പ്രസിഡന്റായി തുടരുന്നു. ഒരു ഇമേജിലായി രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നില്ല. പക്ഷേ അങ്ങനെയാണോ 2024 ഒരു ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിൽ വന്നില്ല എങ്കിൽ പോലും മാൻ ഓഫ് ദ മാച്ചായി രാഹുൽ ഗാന്ധി പ്രകീർത്തിക്കപ്പെടുകയാണ്, പ്രതിപക്ഷ നേതാവായി വരാൻ പോവുകയാണ്? തെറ്റായിട്ടുള്ള ഒരു കണക്കൂട്ടിലാണ് നികേഷ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യർക്ക് അവർക്ക് എന്തിനാണ് തിരഞ്ഞെടുക്കുന്നത് നല്ല ധാരണയുണ്ട്. പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കുമ്പോഴും അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോഴും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോഴും ആർക്കാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണ വെച്ചിട്ടാണ് കേരളത്തിലെ മനുഷ്യർ വോട്ട് ചെയ്യുന്നത്. അസംബ്ലി തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യുമ്പോൾ ശ്രീമതി പ്രിയങ്ക ഗാന്ധി കേരളത്തിലുള്ള ഒരു MP ആണ് എങ്കിൽ അത് ഓഫ്കോഴ്സ് UDF സംബന്ധിച്ചുള്ള ഒരു അഡ്വാൻറ്റേജ് ആണെന്നുള്ളത് ശരിയാണ്. പക്ഷേ കോൺഗ്രസ് കേന്ദ്രത്തിൽ ഭരിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് വെച്ച് കേരളത്തിലെ മനുഷ്യർ അങ്ങനെയല്ല തീരുമാനിക്കുക. അത് നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കണം. അത് രണ്ടും തികച്ചും രണ്ടായിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസ് മുന്നണി ഇത്രയും വലിയ നേട്ടം കേന്ദ്രത്തിൽ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഇത്രയും വലിയ നേട്ടം കേന്ദ്രത്തിൽ ഉണ്ടാക്കും എന്ന് കരുതിയാണോ ഈ 19 സീറ്റ് കോൺഗ്രസിന് കേരളത്തിൽ കിട്ടിയത്, 18 സീറ്റ് കേരളത്തിൽ കിട്ടിയത്? അല്ല. തർക്കത്തിന് വേണ്ടി പറയാണ്. നോക്കൂ, 370 സീറ്റ് ചോദിച്ച BJPക്ക് രാജ്യം കൊടുത്തത് 240 സീറ്റുകളാണ്. 240 സീറ്റുകൾ രാജ്യം കൊടുക്കുമ്പോൾ കൃത്യമായ സന്ദേശം അതിനകത്തുണ്ടല്ലോ. ഭരണഘടന മാറ്റരുത്, നിങ്ങൾ അതിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളിൽ മാത്രം ഭരണം നടത്തുക എന്നുള്ളതാണ്. അങ്ങനെ സാധിച്ചത് കോൺഗ്രസിന് 52-ൽ നിന്ന് 99 കഴിഞ്ഞത് കൊണ്ട് കൂടിയാണ്. അത് കുര്യൻ സാർ പറഞ്ഞാണ് അതിന്റെ ശരി. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ സർക്കാരിനെയാണ് അസസ് ചെയ്യുന്നത്. അടുത്ത 5 വർഷത്തേക്ക് കേരളം ആര് ഭരിക്കണം എന്നുള്ളതാണ്. ഇത് പരമാവധി എന്താ സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് ഒരു ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വരിക? വളരെ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതിയിൽ പകുതിയിലധികം സംസ്ഥാനങ്ങൾ അസംബ്ലി പാസ്സാക്കണം. അത് ഇന്ത്യ മുന്നണി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോൺഗ്രസിനായാലും LDF-നായാലും UDF-നായാലും അതിലൊരു അഭിപ്രായ വ്യത്യാസമില്ല. അതിൽ ഇന്ത്യ മുന്നണിയുടെ നിലപാടിനൊപ്പമാണ് കേരളത്തിലെ ഏത് സർക്കാർ ഫോർസീബിൾ ഫ്യൂച്ചറിൽ നിൽക്കാൻ വേണ്ടി പോകുക. അതുകൊണ്ട് കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിനെ ലാക്കാക്കിയാണ് ഇത് ഇങ്ങനെ കൊണ്ടുവന്നുള്ള അഭിപ്രായത്തിൽ എനിക്ക് ഒരു താല്പര്യവുമില്ല. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു റെലവൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എന്നത് പറയാനുള്ള ഒറ്റ കാര്യം എന്നുള്ളത്, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ഗാന്ധി ഫാമിലിക്ക് ഒരു അക്കോമഡേഷൻ കൊടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസ് ഓർക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഇത്രയും വലിയ പോയത് നികേഷ് പറഞ്ഞ് തിരിച്ചിട്ട് പറഞ്ഞാൽ മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന മനുഷ്യനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ അധ്യക്ഷനാക്കി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ മുൻപിൽ വെച്ചുകൂടി നിർത്തിയ മറ്റുള്ള പാർട്ടികളുമായി ചേർത്ത് നടത്തിയ വലിയ പോരാട്ടത്തിന്റെ കൂടെ ഭാഗമാണ്. എന്ന് വെച്ചാൽ ഗാന്ധി കുടുംബത്തിന്റെ പുറത്തും കൊള്ളാവുന്ന കോൺഗ്രസ്സുകാരുണ്ട് എന്ന് കോൺഗ്രസ്സുകാർക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് ഇപ്പോൾ അവരുടെ പാർട്ടിയുടെ അധ്യക്ഷൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് ശ്രീമതി പ്രിയങ്ക അല്ലാതെ മറ്റൊരു കാൻഡിഡേറ്റ് ഇല്ല എന്ന മട്ടിലുള്ള വ്യാഖ്യാനങ്ങൾ കോൺഗ്രസ്സുകാർ നിർത്തുകയാണ് നല്ലത്. അവർ ആ പാർട്ടി ടാലന്റിന് യാതൊരു കുറവുമില്ല എന്നുള്ളതാണ്. 81 വയസ്സായിട്ട് ഇപ്പോഴും നരേന്ദ്രമോദിക്കെതിരെ പ്രിയങ്ക ഗാന്ധി പറയുന്നതിനേക്കാളും ഭംഗിയായിട്ടാണ് മല്ലികാർജുൻ ഖാർഗെയുടെ പ്രസ്താവനകൾ ഞാൻ കാണാറുള്ളത്. അദ്ദേഹത്തിന്റെ പ്രസ്താവന വളരെ കീനായിട്ട് ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് ഉത്തരം പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ, അത്തരം കാര്യങ്ങൾ എടുത്തു വെക്കാൻ ഖാർഗെക്ക് പറ്റുന്നുണ്ട്.
with MV Nikesh Kumar.